പിന്നീട് 8ാം ക്ലാസ്സിൽ ഒരു പകുതിയായ സമയത്ത് ലാമിയ നമ്മുടെ MJ സ്കൂളിലേക്ക് വന്നത്. പക്ഷെ 8ാം ക്ലാസ് മുതൽ കുട്ടികൾ MJയിലെ കുട്ടികളാണ് ലാമിയയ്ക്ക് എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് ലാമിയെ സ്കൂളിലേക്ക് എത്തിക്കാനും ഇവിടെ വന്നതിന് ശേഷം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും പഠിക്കാനും എല്ലാത്തിനുള്ളൊരു പിന്തുണ നിങ്ങൾ തന്നെയാണ്. അതല്ല ഇന്നിപ്പോൾ അവള് നടന്നിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ പ്രേരണ തന്നെയാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഇതേപോലുള്ള നല്ല നല്ല കർമ്മങ്ങൾ പ്രവൃത്തികൾ ചെയ്യാനൊരു പ്രചോദനമായി മാറണം. ഇതേപോലെ സമൂഹത്തിലേക്ക് ഇറങ്ങാനും സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൽ ഇതേപോലെ ആശ്രയമുള്ള ആളുകൾക്ക് സപ്പോർട്ടാവാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ താങ്ങാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഡെപ്യൂട്ടി HM ബാസിം സാർ, വിദ്യാർത്ഥി ഇത് ഭയങ്കര സന്തോഷമുള്ള ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാമിയാണ്. ഇപ്പോൾ UN-ന്റെ ഈ വർഷത്തെ വേൾഡ് ഡിസേബിലിറ്റി ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മോട്ടോ തന്നെ അത് നൽകുന്ന സന്ദേശം എന്നുള്ളത് ഒന്ന് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഇടപെടാനുള്ള അവസരങ്ങൾ കൊടുക്കുക. രണ്ടാമത്തെ ഒരു സംഗതി മെസ്സേജ് പറയുന്നത് ഇവരിൽ നേതൃപാഠവും പ്രോത്സാഹിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്തത്. ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയ ചീഫ് ഗസ്റ്റ് ലാമിയാണ്. പഠനത്തിൽ മുന്നോക്കാണ്. ഇവിടെ ടോപ്പ് 10 വരുമ്പോൾ ടോപ്പ് 10 ആളാണ് ലാമിയ. നല്ല പഠനത്തിൽ വളരെ മുന്നോക്കമുള്ള മോള് തന്നെയാണ് ലാമിയ. അപ്പോൾ ഇന്ന് ഈ ഒരു ചടങ്ങിൽ നമ്മൾ ഒന്ന് ലാമിയെ നമ്മൾ ആദരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ലാമിയെ കൂടെ അവർ ടൂറൊക്കെ പോയ സമയത്ത് എല്ലാ സമയത്തും ഇവരെ കൂടെ ഇങ്ങനെ നടക്കുക. അവർ ഡാൻസ് ചെയ്യാനൊന്നും പോകാതെ ലാമിയെ ഇങ്ങനെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടടക്കുമ്പോൾ അവർക്ക് പേടിയാണ്. ഇവർ പിന്നെ ഞാൻ തല്ലി പോകുന്ന ബേജാറാണ് എനിക്ക് ഇവിടെ കൂടെയുള്ള 2 ആളുകൾക്ക്. അപ്പം എൻ്റെ സാർ മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ആ 2 ആളുകളെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ ലാമിയെ മാത്രമല്ല ബാക്കിയെല്ലാം നിങ്ങൾ ക്ലാസ്സിൽ ഏതൊരു ഡിസബിലിറ്റിയുള്ള കുട്ടികൾ വന്നാലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ നല്ലോണം കൂടെ പിടിക്കണം. അതാണ് നമ്മൾ ഇതിൻ്റെ ലക്ഷ്യം തന്നെ. അവരുടെ കാലും കൈയും മനസ്സൊക്കെ ആയിട്ട് എല്ലാ കാര്യത്തിലും ഇവിടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു മാനസികാവസ്ഥ കുട്ടിക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ എല്ലാവരും പറയും ഈ ജനറേഷനിലെ കുട്ടികൾ ആരെയും മൈൻഡ് ചെയ്യൂല, ആരെയും ശ്രദ്ധിക്കില്ല, അവരങ്ങനെയാണെന്ന്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളെ ഫ്രണ്ടിനെ വല്ലാതെ സഹായിച്ചു. ഞാൻ പറയും ഏറ്റവും നല്ല ടീം ഈ സ്കൂളിലൊക്കെ പർച്ചേസ് ചെയ്യാണെന്ന് പറയും. എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു പറയുന്നത് എല്ലാവരും പരാമർശിച്ച് കഴിഞ്ഞതാണ്. ഒരുപാട് ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ആത്മകഥകളും ജീവചരിത്രങ്ങളും ഒക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ലൂയി ബ്രെയിലിനെ പോലെ ഹെലൻ കെല്ലറിനെ പോലെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചരിത്ര പരിസരത്ത് നിലനിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്ന ഒരുപാട് അധ്യായങ്ങൾ നമുക്ക് ലഭ്യമാണ്, സുലഭമാണ്. അതിലൂടെല്ലാം കടന്നു പോവുക. പത്മശ്രീ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെ ഒരു കമ്പാർട്ട്മെൻറ്റ് അത്തരം ഒരു ചരിത്രത്തിലെ നല്ലൊരു അധ്യായമായി എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. നമ്മുടെ പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ ഉദ്ഘാടക ചീഫ് ഗസ്റ്റിനടക്കം എല്ലാവിധ വിജയാശംസകളും നൽകുക.